ലൈവിനകത്ത് കഥ പറയുന്ന സെഗ്മെന്റ് ആയിരുന്നു. അതിനകത്ത് ജിൻഡോയുടെ അപ്പനും അമ്മയും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കേട്ടോ. അതറിഞ്ഞതും ചിലരുടെയൊക്കെ മുഖം വല്ലാതെ മാറുന്നത് എന്റെ ശ്രദ്ധയിൽ പെട്ടു. ആദ്യം കാര്യങ്ങൾ എന്താണെന്ന് പറയാം. അപ്പച്ചൻ പറയുന്നു, അവൻ ചെറിയ പ്രായമായിരുന്നപ്പോ മുതല് എന്റെ കൂടെ മാർബിൾസ് പണിക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാനും അവനും പിന്നെ കുറെ തൊഴിലാളികളും അത്രയ്ക്ക് കഷ്ടപ്പെട്ട് കയറി വന്നവനാണ് അവൻ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് കയറി വന്നവനാണ്. അവനിപ്പം ഒരുപാട് ജിമ്മുകളുണ്ട്. അങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അറിയാമല്ലോ, മകനെ കുറിച്ച് അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അമ്മച്ചിയും അപ്പച്ചനും രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ ഞാനാണ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയത് കേട്ടോ. ആ ഒരു മാർബിൾസിന്റെ കാര്യം കേട്ടപ്പോ അഭിമാനം തോന്നിപ്പോയി. പിന്നെ അപ്പച്ചൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തില് ജിൻഡോയുടെ ഫ്ലെക്സ് ഒക്കെ ആളുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാല് അപ്പൊ ആളുകൾ വന്നിട്ട് പറയും ജിൻഡോയ്ക്കുള്ളതാണ് കപ്പ് എന്ന്. ജിൻഡോ കപ്പടിക്കുമെന്ന് കുറെ അധികം ആളുകൾ എന്നോട് പറഞ്ഞു. ഇത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു കേട്ടോ അപ്പച്ചൻ. ഇത് പുള്ളി പറഞ്ഞതും ജാസ്മിന്റെയും സിജോയുടെയും ഒക്കെ ഉള്ള ജീവൻ അങ്ങ് പോയി. കപ്പ് അവർക്കാണെന്ന് അവരങ്ങ് ഉറപ്പിച്ചിരിക്കുവായിരുന്നു. സിജോ ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് വന്നതാണ്. കപ്പ് എനിക്ക് അല്ലെങ്കിലാണ് നിന്റെയൊക്കെ പരിപാടി തീർക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നീയിപ്പോ ജിൻഡോയെ വളരാൻ അനുവദിച്ചുകൂടാന്നൊക്കെ പറഞ്ഞ് മോങ്ങി തെറ്റിയിരിക്കാം. അപ്പച്ചൻ അത്രയ്ക്ക് ഓപ്പൺ ആയിട്ടാണ് കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയത്. ഇതിൽ വലിയ രഹസ്യമൊന്നുമില്ല. അതവിടെ എല്ലാവർക്കും ഏകദേശം ഐഡിയ ഉള്ള ഒരു കാര്യം തന്നെയാണ് ജിൻഡോ കപ്പടിക്കും എന്നുള്ളത്. കാര്യങ്ങള് ഇപ്പം ഇതും കൂടെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉറപ്പിച്ചു എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ജിൻഡോയ്ക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ടവരൊക്കെ ഇപ്പൊ പുറത്താണെന്നും അവിടെയുള്ള മിക്കവർക്കും അറിയാം. അകത്തുള്ളവരാർക്കും ജിൻഡോയെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം. ഇപ്പൊ സിബിൻ, റോക്കി, രതീഷ് ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷൻ ടൈറ്റ് ആയനെ. ഇവര് പുറത്തായി. ഇനിയിപ്പോ അതും പറഞ്ഞിരുന്നതിന്റെ കാര്യമൊന്നുമില്ല. അപ്പച്ചൻ ഇത് പറയുന്നത് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഇതൊരു ഗെയിം ചേഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ജിൻഡോയെ അവഗണിച്ചവരെല്ലാരും ചിലപ്പോ ജിൻഡോടൊപ്പം നിന്നേക്കാം. കളികൾ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. നന്ദനയുടെ അമ്മയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ. പിന്നെ ചേച്ചി സംസാരിക്കുന്നുണ്ട്, ഇമോഷണൽ ആയിരുന്നു അതൊക്കെ. ഇത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ രണ്ടു കൂട്ടരെയും പുറത്തേക്ക് വിടുന്നുണ്ട്. എന്തായാലും അപ്പച്ചൻ ഇട്ടിട്ട് പോകുന്നൊരു ബോംബാണ് കേട്ടോ. ഫ്ലെക്സ് വെച്ചു വിന്നറാകും, ഫ്ലെക്സ് വെച്ചു വിന്നറാകും. ഇതിങ്ങനെ എല്ലാവരുടെയും മണ്ടയിൽ ഓടിക്കൊണ്ടേ ഇരിക്കാൻ പോകുന്നൊരു സാധനമായിരിക്കും. അടുത്ത ആഴ്ച മൊത്തം ഇത് നിന്നങ്ങ് കത്തും.